ഗോതമ്പ് റവ കൊണ്ട് ഇഡ്ഡലി തയ്യാറാക്കാം. ഇതിനായി നമ്മൾ ഒരു ചീനച്ചട്ടിയിൽ കുറച്ച് നെയ്യിട്ട് അതിലേക്ക് 1 കപ്പ് ഗോതമ്പ് റവ ഇട്ട് ഒന്ന് വറുത്തെടുക്കണം. ഗോതമ്പ് റവയുടെ ചെറിയ തരിയാണ് ഇതിന് നല്ലത്. അത് വറുത്തതിന് ശേഷം നമ്മൾ അതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കും. അതിലേക്ക് ഒരു 1.5 കപ്പ് തൈര് ചേർത്ത് നന്നായി മിക്സ് ചെയ്യണം. അധികം പുളിയുള്ള തൈര് വേണമെന്നില്ല. കുറച്ച് നേരം ഇത് വെക്കേണ്ടതാണ്, അപ്പോഴേക്കും പുളിച്ചുകൊള്ളും. അതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് ഇളക്കി മാറ്റി വയ്ക്കാം. 1 മണിക്കൂർ നേരത്തേക്ക് മാറ്റി വയ്ക്കാം. ആ റവയൊക്കെ ഒന്ന് കുതിർന്ന് ആ തൈര് അതിലേക്ക് പറ്റി പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 1 മണിക്കൂർ മാറ്റി വയ്ക്കുന്നത്. അതിനുള്ളിൽ ഒരു പാൻ ചൂടാക്കി അതിൽ എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് കുറച്ച് ഇഞ്ചി, ഒരു 1/2 ടീസ്പൂൺ നന്നായി പൊടിയായി അരിഞ്ഞ ഇഞ്ചി, ഒരു വലിയ ടേബിൾ സ്പൂൺ ഉള്ളി അരിഞ്ഞത് ഇട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇതിലേക്ക് ക്യാരറ്റ്, ബീൻസ് ഇതെല്ലാം 1/4 കപ്പ് വെച്ച് അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് വഴറ്റിയെടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പച്ചക്കറികൾ ചെറുതായി അരിഞ്ഞ് വഴറ്റിയെടുക്കാവുന്നതാണ്. ഒരു 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞതും കൂടെ ചേർത്ത് ഒന്നും കൂടെ വഴറ്റിയെടുക്കാം. മല്ലിയില ഇഷ്ടമുള്ളവർ അതും പൊടിയായി അരിഞ്ഞ് ചേർക്കാം. ഒരു മണിക്കൂറിന് ശേഷം ബാറ്റർ ഇതുപോലെ കട്ടിയായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് ഒരു ഇഡ്ഡലി മാവിൻ്റെ പാകത്തിന് ഉള്ള ആ ഒരു ലൂസ് ആവുമ്പോൾ ആകുന്നവരേക്കും വെള്ളം ചേർക്കാം. ഒത്തിരി ലൂസായിട്ടിരിക്കണ്ട. ഇതിലേക്ക് നമുക്ക് ഈ പച്ചക്കറി അങ്ങ് വഴറ്റിയതും കൂടെ ചേർക്കാം. എല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്യണം. ആവശ്യമെങ്കിൽ അല്പം ഉപ്പ് കൂടി ചേർക്കാവുന്നതാണ്. 1/4 ടീസ്പൂൺ സോഡാപ്പൊടിയും ചേർത്ത് നന്നായി ഒന്നും കൂടെ മിക്സ് ചെയ്ത് ഒരു 10 മിനിറ്റും കൂടെ വയ്ക്കണം. അപ്പോഴേക്കും ഇഡ്ഡലി പാത്രം ചൂടാക്കി ഇഡ്ഡലി തട്ടിൽ എണ്ണ നന്നായി തേച്ച് പിടിപ്പിക്കണം. നല്ലെണ്ണയാണ് തേക്കാൻ നല്ലത്. ഓരോന്നിനും ഈ മാവ് ഒഴിച്ച് നമുക്ക് ആവി കയറ്റാൻ വയ്ക്കാം. എട്ട് 10 മിനിറ്റിനകം ഇത് വേകുന്നതാണ്. അപ്പം 8 മിനിറ്റോളം കഴിയുമ്പോൾ നമുക്കിത് ഓഫ് ചെയ്യാം. നമ്മുടെ ഗോതമ്പ് റവ ഇഡ്ഡലി റെഡി ആയിട്ടുണ്ട്. ഒന്ന് അത് തണുക്കാൻ വയ്ക്കണം. തണുത്ത് കഴിഞ്ഞാലാണ് അത് വേഗത്തിൽ ഇഡ്ഡലി തട്ടിൽ നിന്ന് ഇളകി വരുന്നത്. വലിയ ചൂടൊന്ന് ആറിയതിന് ശേഷം നമുക്കിങ്ങനെ സ്പൂൺ ഉപയോഗിച്ച് പാത്രത്തിലേക്ക് മാറ്റാം. ചമ്മന്തിയും ചേർത്ത് കഴിക്കാൻ നല്ലൊരു വിഭവമാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.